മേരാ യുവ ഭാരതും ഗ്ലോബൽ ഗീവേഴ്സ് ഫൗണ്ടേഷനും സംഘടിപ്പിക്കുന്ന മൻ കി ബാത്ത് പ്രശ്നോത്തരി മത്സരത്തിൻ്റെ സീസൺ 5 മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Who are here are people who feel that I want to do something, become something. I feel like doing this, achieving this. So his film is about such a scenario. And another film, another creation of his popular video series, it's called John Bai. John Bai in Malayalam I would translate, it is moon, Chandran. Chandran എന്നത് നമ്മൾ പറയുന്നത് അമ്പിളി അമ്മാവൻ എന്നാണ്, സൂര്യനും ചന്ദ്രനുമായിട്ടല്ല. അപ്പോൾ അത് ഡിയർ മൂൺ എന്നുള്ള അർത്ഥം വരുന്ന അസാമീസ് വാക്കാണ് ജോൺ ബായ്. So these are, I am just taking only 2 examples. I will not go into the details. So that is why I want to present before you Honorable Minister of Textiles and External Affairs. Apart from his official responsibilities as a minister, in his individual capacity, he is a person who can be our role model. So that's why when we start this season 5, we should try to become persons like Sri Pavitra Margarita, who have excelled in his chosen field, who has accomplished, made his mark in the cultural landscape of Assam. And he also serves as the Minister of External Affairs and Minister of Textiles. That's how we should devise our life. We should decide what we want to do, what we want to become, what we want to achieve, how we want to contribute to the society, to the world, to the nation. That's why the Prime Minister has said that 2047 India should become a developed nation. 2047 ഇന്ത്യ വികസിത രാജ്യമാകണം. ആ വികസിത രാജ്യമാക്കുക, അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ പോകുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, യുവാക്കൾ, നിങ്ങളെല്ലാവരും. അതുകൊണ്ട് പ്രധാനമന്ത്രിയെ പരീക്ഷാ പേ ചർച്ചയിലൂടെ, പ്രധാനമന്ത്രിയെ മൻ കി ബാത്തിലൂടെ നമ്മൾ കേൾക്കുന്നതിലൂടെ നമ്മൾ നേരത്തെ പാർവതി മേഡം പറഞ്ഞതുപോലെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട്, നമ്മുടെ കൂട്ടുകാരായിട്ട് രാജ്യത്തെ 140 കോടി ജനങ്ങൾ അവരുടെ മനസ്സിലുള്ള ആശയങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, ആ ആഗ്രഹങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ട് സംവദിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അതിന്റെ ചുരുക്കമാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറയുന്നത്. മൻ കി ബാത്ത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ മനസ്സിലുള്ള ആശയങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ 145 കോടി ജനങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ആശയങ്ങൾ, താല്പര്യങ്ങൾ, എംബിഷൻ, ഇതാണ് പ്രധാനമന്ത്രി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് നമ്മുടെ ജീവിത വിജയത്തെ ഉറപ്പിക്കുന്നതും ഇച്ഛാശക്തിയെ ബലപ്പെടുത്തുന്നതുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ജീവിക്കുന്ന, എന്നാൽ നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത നിരവധി ആളുകൾ, സമൂഹത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള നിരവധി ആളുകൾ, കേരളത്തിനകത്തുള്ള നിരവധി ആളുകൾ, ആ ആളുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നത് പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞപ്പോഴാണ്. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വേമ്പനാട് കായലിൽ ഒരു സാധാരണ വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള ഒരു വ്യക്തി, ജന്മനാ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു ഒറ്റ തുഴയുള്ള തോണിയിൽ തുഴഞ്ഞ് വേമ്പനാട്ട് കായലിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ളൊരു രാജപ്പൻ, അങ്ങനെ ഒരാളെ നമ്മൾ അറിഞ്ഞത് എപ്പോഴാ? പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞപ്പോഴാണ്. വേമ്പനാട്ട് കായൽ നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ്. വേമ്പനാട്ട് കായലിൽ ഇങ്ങനെ ഒരാൾ ഈ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളാരും കേട്ടിരുന്നില്ല, നമ്മളാരും അറിഞ്ഞിരുന്നില്ല.
ഇത് തിരുവനന്തപുരത്തിരിക്കുന്ന നമ്മളെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ മാത്രമല്ല, വേമ്പനാട് കായലുള്ള ആലപ്പുഴയും കോട്ടയത്തെയും ജനങ്ങൾക്ക് ഉൾപ്പെടെ അവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ശ്രീമാൻ നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മുഴുവൻ പേര് ഞാൻ മറന്നുപോയി. ആലുവയില് പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി മൺപാത്രങ്ങൾ ഉണ്ടാക്കി പല സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന ഒരാൾ. നമുക്കെല്ലാവർക്കും ദാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ബോട്ടിലിന്റെ വെള്ളം വാങ്ങിയിട്ട് നമുക്ക് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ. പക്ഷികൾ എങ്ങനെ കുടിക്കും? ജലാശയങ്ങൾ വറ്റി വരളുമ്പോൾ പക്ഷികൾക്ക് ദാഹിക്കും. ആ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി അദ്ദേഹം ആയിരക്കണക്കിന് മൺപാത്രങ്ങൾ ഉണ്ടാക്കി പല സ്ഥലങ്ങളിൽ വെച്ചു. അപ്പൊ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. അതോടൊപ്പം ഈ ആശയങ്ങളിൽ നിന്നാണ് പല വലിയ മൂവ്മെന്റ്സ് ഉണ്ടായത്. ഇപ്പോൾ ഉദാഹരണത്തിന് കളിപ്പാട്ട നിർമ്മാണം ഇന്ത്യയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നോത്തരി മത്സരത്തിൻ്റെ സീസൺ 5 മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. ടാലന്റ് ഹണ്ടിൻ്റെ ഉദ്ഘാടനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീറ്റയാണ് നിർവഹിച്ചത്.